സ്വന്തം തെറ്റ് മറച്ചുവെക്കാൻ സൂപ്പർ താരം തന്നെ കുറ്റക്കാരനാക്കിയെന്ന് നടൻ എബ്രഹാം കോശി മാസ്റ്റർ ബിൻ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിൻ്റെ തുറന്നുപറച്ചിൽ. എന്നാൽ തെറ്റുകാരൻ താനല്ലെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ താരത്തിൻ്റെ പേര് വെളിപ്പെടുത്താനോ സിനിമ ഏതെന്ന് പറയാനോ അദ്ദേഹം തയ്യാറായില്ല. ഒരു പടത്തിൽ നായകനെ പിടിച്ചുകൊണ്ടുപോയി ജീപ്പിൽ കയറ്റണം, പടവും ആർട്ടിസ്റ്റിനെയും പറയില്ല, അത് ശരിയല്ല. പിടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ ബലം പിടിക്കേണ്ടതില്ല, നമ്മുടെ മുഖത്തും ശരീരത്തും ആ ടെൻഷൻ വരുത്തിയാൽ മതി. അവർ തന്നെ നടന്നു വന്നോളും, അതിൻ്റെ റിയാക്ഷൻ അവർ കാണിക്കും, അവർ ഡ്യൂട്ടി ചെയ്തോളും. നമ്മുടെ ഡ്യൂട്ടി ബലം പിടിക്കുന്നുവെന്ന് തോന്നിപ്പിക്കുക, നമ്മുടെ ഡ്യൂട്ടി ബലം പിടിക്കുന്നുണ്ടെന്ന് തോന്നിപ്പിക്കുക മാത്രമാണ് എന്ന് കോശി പറയുന്നു. അങ്ങനെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അയാളുടെ ഡയലോഗ് തെറ്റി, ആരും ഒന്നും പറഞ്ഞില്ല. റീടേക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും പുള്ളി എൻ്റെ നേരെ ചാടി. മര്യാദയ്ക്ക് പിടിക്കണ്ടേ, ഇങ്ങനെയാണോ പിടിക്കേണ്ടത് എന്ന് ചോദിച്ചു. ഞാനങ്ങ് അയ്യട എന്നായിപ്പോയി. ആൾക്കാരുടെ മുമ്പിൽ വെച്ച് പരസ്യമായിട്ടാണ് എന്നെ അധിക്ഷേപിച്ചത്. പുതിയ താരമല്ല, പുതിയ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ മറുപടി തന്നേനെ. അതെ, അത്ര പഴക്കവുമില്ല, എന്നാൽ പുതിയതുമല്ലാത്ത ഒരാൾ, അദ്ദേഹം പറയുന്നു. നമ്മൾ എതിർ പറഞ്ഞാൽ അയാൾ ഇനി വേണ്ട എന്ന് പറഞ്ഞ് നമ്മളെ കട്ട് ചെയ്തിട്ട് പോകത്തേയുള്ളൂ. ഞാൻ വളരെ വിഷമിച്ചു. ജോഷി സാറിൻ്റെ പടമാണ്, സാറിന് എന്നെ ആശ്വസിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്താൽ അത് ആ നടന് കുറച്ചിലാവും. കോശി വന്ന് നിൽക്ക് എന്ന് പറഞ്ഞു. അതൊക്കെ നമ്മുടെ തോളിൽ തട്ടുന്നത് പോലൊരു ഡയലോഗാണ്, പേരെടുത്ത് വിളിച്ച് സാന്ത്വനപ്പെടുത്തുന്നത് പോലെയാണെന്നും അദ്ദേഹം പറയുന്നു. രണ്ടാമതും ആ ഷോട്ട് എടുത്തു. അതിനുശേഷം 1-2 പേർ വന്ന് ഇയാൾ വിഷമിക്കേണ്ട, തെറ്റുപറ്റിയത് അയാൾക്കാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടുവെന്ന് പറഞ്ഞു. അയാൾക്ക് അയാളുടെ സ്റ്റാർഡം സൂക്ഷിക്കണമെങ്കിൽ ഏതെങ്കിലും ഇര വേണം, അതും നിങ്ങളെയാക്കി എന്ന് അസോസിയേറ്റ് ക്യാമറാമാൻ പോലുള്ളവർ വന്ന് പറഞ്ഞപ്പോൾ ആശ്വാസം തോന്നി. തെറ്റ് എൻ്റെ ഭാഗത്തുനിന്നല്ലെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നുവെന്നും കോശി പറയുന്നു. അദ്ദേഹം ഇതൊന്നും ഗൗനിക്കാതെ മിടുക്കനായിപ്പോയി. എനിക്കത് വിഷമമായി. പുതുമുഖമാണെങ്കിൽ പോലും വിഷമം തോന്നും. 10-70 പടം ചെയ്ത ശേഷം ഈ അപമാനം നേരിടുക എന്ന് പറയുമ്പോൾ 100% ഉറപ്പാണ് തെറ്റ് എൻ്റെ ഭാഗത്തല്ലെന്ന്. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചിട്ടേയില്ല. പിടിക്കുന്നത് പോലെ കാണിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ, തൊട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഡയലോഗ് തെറ്റിപ്പോയി. തിരിച്ച് തൻ്റെ തലച്ചോറ് കക്ഷത്തിലാണോ എന്ന് ചോദിച്ചാൽ നാണം കെട്ടേനെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം കോശി പറഞ്ഞ സൂപ്പർ താരം ആരെന്നാണ് സോഷ്യൽ മീഡിയ തേടുന്നത്. കമൻറ്റുകളിൽ ആ താരം ദിലീപാണെന്നും ചിത്രം റൺവേ ആണെന്നും ചിലർ പറയുന്നുണ്ട്. ദിലീപല്ലേ റൺവേ മൂവി? ജോഷി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആളെയും പടവും എല്ലാവർക്കും പിടികിട്ടിയെന്നാണ് കമൻറ്റുകൾ. ആ നടൻ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്, ചക്രശ്വാസം വലിക്കുന്നുണ്ട് എന്നൊക്കെയാണ് കമൻറ്റുകൾ.